പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ കർത്താവേ, നല്ലൊരു ഉയർപ്പിൻ്റെ ദിനം കർത്താവേ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് കർത്താവേ. ഇന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്ഥലത്തിൽ കടന്നു വന്നു കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ച് കർത്താവേ ഹല്ലേലൂയ മടക്കി അയക്കുമാറാക്കണേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം കർത്താവിൻ്റെ നാമമഹത്വത്തിന് കർത്താവെ കാരണമായി തീരുവാനിടയാകണം. പാട്ടുപാടുവാൻ കർത്താവ് ദാസന്മാരെ ദൈവം ഒരുക്കണം കർത്താവ്, ദൈവം അനുഗ്രഹിക്കുമാറാകണം കർത്താവ്. പ്രാർത്ഥിപ്പാൻ കർത്താവ് ദൈവം ബലപ്പെടുത്തുമാറാകണം കർത്താവ്. കുഞ്ഞുങ്ങളൊക്കെ സാക്ഷ്യം പറയുവാൻ ദൈവമേ ഒരുക്കുമാറാകണം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കർത്താവ് ദൈവം നൽകുമാറാകണം കർത്താവ്. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൽ നിന്ന് കർത്താവ് സംസാരിപ്പാൻ ദാസന്മാരെ ദൈവം ഒരുക്കണം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം ബലപ്പെടുത്തണം കർത്താവ്. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം കർത്താവിൻ്റെ നാമമഹത്വത്തിന് കാരണമായി തീരുവാനിടയാണ് കർത്താവ്. ഹാലിൽ ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല, എൻ്റെ അപ്പൻ്റെ നാമമഹത്വം എടുക്കണം കർത്താവ്. ഞങ്ങൾ കർത്താവ് ആത്മാവിൻ്റെ നിറയിൽ കർത്താവ്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് മുട്ടോളമല്ല അരയോളമല്ല, നീന്തിയിട്ട് കിടപ്പാൻ വയ്യാത്ത ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് എൻ്റെ അപ്പനെ ആരാധിക്കുവാനിടയാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കർത്താവെ. അങ്ങയെ ആരാധിക്കുവാൻ വേണ്ടി, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ദൈവമേ ഞങ്ങളെ ഒരുക്കുമാറാകണം കർത്താവെ. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നത് ഏറ്റവും ആനന്ദമാണ് കർത്താവ്. ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ കടന്നു വന്നാൽ അനുഗ്രഹത്തോടെ മടങ്ങി പോകുവാനിടയാണ് കർത്താവ്. ദൈവമേ ഞങ്ങളെ നിറയ്ക്കണം കർത്താവ്. ദൈവത്തിൽ നിന്നുള്ള കർത്താവെ ഹല്ലേലൂയ വലിയ അനുഗ്രഹം ഇന്ന് ഞങ്ങൾ പ്രാപിച്ച് മടങ്ങി പോകുവാൻ തക്കവണ്ണം ദൈവം ഇടിയാക്കണം കർത്താവ്. നിന്റെ ചിറയെങ്കിൽ ഞങ്ങളെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ദൈവം പ്രൊട്ടക്ട് ചെയ്തല്ലോ കർത്താവ്. ഈ ആഴ്ചയും വരുന്ന ആഴ്ചകളൊക്കെ ദൈവമേ ഞങ്ങളെ നടത്തുമാറാക്കണം കർത്താവ്. ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവ് എപ്പോഴും ഞങ്ങൾ രുചിച്ചറിയുവാൻ ദൈവം ഇടിയാക്കണം കർത്താവെ. ഹല്ലേലൂയ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറങ്കിൽ മറയ്ക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവമേ ഞങ്ങളെ മറച്ചുകൊള്ളണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ഞങ്ങളെല്ലാവരെയും ദൈവം കൂട്ടിവരുത്തിയില്ല കർത്താവ്. ഫേവസിനെ ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ടെ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുടുംബമായി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭ വളരുവാൻ സ്വർഗ്ഗമേ ഇടിയാക്കുമാറാണ് കർത്താവ്. ഞങ്ങൾ ചുരുക്കം പേരാണെങ്കിലും ഇത് വിശാലതയിലേക്ക് വരുത്തുവാൻ ദൈവം ശക്തനാണ് കർത്താവ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എൻ്റെ ദൈവം എല്ലാം സാധ്യമാക്കുന്ന ദൈവമാണ് കർത്താവ്. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരുന്നു ആരാധനയെ മുറ്റുമായി കർത്താവ് തുറന്നു എല്ലാ ശുശ്രൂഷകളെയും മുറ്റുമായി സ്വർഗീയരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ദൈവം നിയന്ത്രിച്ചാട്ടെ കർത്താവെ. നന്ദി. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയിടത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ഈ ഉച്ചവഴി തിരിച്ച സമയത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദൈവം തന്ന കൃപയ്ക്കായും ആരോഗ്യത്തിനായും ബലത്തിനായും ഹല്ലേലൂയ വിശ്വാസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവെ തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് കർത്താവെ. ഞങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ല എന്നൊരിക്കൽ കൂടെ തിരിച്ചറിയുവാൻ കർത്താവിനെ ഞങ്ങൾ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആരോഗ്യത്തിനായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്, ദയയാണ്, കരുണയാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ ആ പുണ്യ രക്തം 33 തിരുവയസ്സെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി സകലവും ഞങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവെ, അങ്ങയുടെ കർത്താവെ നാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. പലകാലം കർത്താവ് ഞങ്ങൾ സമർപ്പിക്കുകയാണ്, താഴ്ത്തുകയാണ് കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ആ സ്നേഹത്തിൻ്റെ ആ സ്നേഹം കർത്താവെ, ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകുന്ന ആ സ്നേഹം കർത്താവിൻ്റെ വൻ കൃപയാണ് കർത്താവെ. ഞങ്ങൾ തിരിച്ചറിയുകയാണ് കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ പാട്ടുകാരൻ പറയുന്ന പോലെ കർത്താവെ ഹല്ലേലൂയ, ഞങ്ങളോ കർത്താവെ കുറയണം, അങ്ങോ കർത്താവെ വളരണം. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാഗൽഭ്യമാകുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കുമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ദൈവസ്നേഹത്തിൻ വൻ കൃപയേ, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹ
സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയേനിൽ പെരുകേണമേ. സ്നേഹ സാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു. നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു. നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഇവനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ പാത്രവുമാ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതിയെനിക്കാശ്വാസമായി. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതിയെനിക്കാശ്വാസമായി. ദൈവസ്നേഹം എന്നെയും ആത്മാവിനാ സമ്പന്നനാക്കിയല്ലോ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. ലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥാ. ലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥാ. ദൈവസ്നേഹം ഒന്നയൻ പ്രശംസയേ എന്റെ ആനന്ദമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. ഓ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. ഞാനോ കുറയണമേ.
ഞാനോ കുറയണമേ, ഞാനോ കുറയണമേ. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ പ്രാഗൽഭ്യമോ എൻ്റെ സൗന്ദര്യമോ എൻ്റെ സമ്പത്തോ എൻ്റെ പണമെടുക്കോ ഒന്നും കർത്താവേ അങ്ങ് തന്നതാണ്. അങ്ങ് മാത്രം ഉയരണം, അങ്ങ് മാത്രം വളരണം കർത്താവ്. ഓരോ ദിവസവും കർത്താവ് ഞങ്ങൾ അഹങ്കരിക്കാതെ, ഞങ്ങൾ നിഗളിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ഒന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് എല്ലാം അങ്ങയുടെ ദാനമാണ്, എല്ലാം അങ്ങയുടെ ഗ്രേസ് എന്നറിഞ്ഞുകൊണ്ട് കർത്താവ് ജീവിപ്പാനുള്ള കൃപ തിരുമാറണം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നമുക്ക് ഒന്ന് രണ്ട് ഗാനോടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ. പഠനം പറയുകയാണ്, എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹ് എനിക്കുണ്ട്. ആമേൻ. അതാണ് നമുക്ക് വേണ്ടത് മക്കളെ. നമ്മളെ അറിയുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ വേണ്ടതുപോലെ മെനഞ്ഞെടുക്കുന്ന ഒരു യാഹ്, ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ഉറപ്പോടൊക്കെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാ ദിവസവും എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ, ഹല്ലേലൂയ. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹെനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹെനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹെനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹെനിക്കുണ്ട്. കാലിടാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനിൽ നിന്നും. കാലിടാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനിൽ നിന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹെനിക്കും. ഉറപ്പോടെ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹെനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹെനിക്കുണ്ട്. കൂട്ടം വിട്ടപ്പോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും ഒരു യാഹെനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹെനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹെനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹെനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹെനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നയിക്കും ആത്മനാഥനൻ കൂടെയെന്നെന്നും. ആത്മശക്തിയാൽ എന്നെ നയിക്കും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും ഒരു യാഹെനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹെനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ ഏകസ്തംഭമായി യാഹെനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി ഒരു യാഹെനിക്കുണ്ട്. കാലിടാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. കാലിടാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. ഓ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും ഒരു യാഹെനിക്കുണ്ട്. എന്നെ അറിയാൻ അവേ എല്ലാ നാളിലും യാഹെനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും ഒരു യാഹെനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹെനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. തേടിയെത്തിയിടും ഒരു നല്ല ഇടയൻ തോളിൽ
തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ, എന്നെ നടക്കാൻ എല്ലാ നാളിലും എന്നെ അറിയാൻ, എന്നെ നടക്കാൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. ആത്മശക്തിയാ എന്നെ നയിക്കും, ആത്മനാഥൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നയിക്കും, ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും ഒരു യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമാ ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. എന്റെ കാലിടാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. കാലിടാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. കൂട്ടം വിട്ടുപോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും അവൻ യാഹനിക്കുണ്ട്. തേടിയെത്തിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ. സന്തോഷത്തോടെ ഹല്ലേലൂയ നമ്മളെ വീട്ടിലെത്തിക്കുന്നത് നാഥന്റെ കരങ്ങളിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അവൻ തുറന്നൊന്നായി പാടിവാൻ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അവൻ തുറന്നൊന്നായി പാടിവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തമെന്നിൽ പാപം മോചിച്ചല്ലോ. യേശുവിന്റെ രക്തമെന്നിൽ രോഗം നീക്കിയല്ലോ. യേശുവിന്റെ രക്തമെന്നിൽ പാപം മോചിച്ചല്ലോ. യേശുവിന്റെ രക്തമെന്നിൽ രോഗം നീക്കിയല്ലോ. അവൻ കരകാലത്തിൽ നമ്മെ വഹിക്കുന്നതാ, അവൻ കരകാലത്തിൽ നമ്മെ വഹിക്കുന്നതാ. എനിക്കാകുലം ലേശമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നൽഫലമോ എന്നിൽ നിറച്ചിടണേ. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മാവിൻ നൽഫലമോ എന്നിൽ നിറച്ചിടണേ. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ, ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, അങ്ങേക്ക് മഹത്വം. ഞങ്ങളെ സ്നേഹിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ നാമം. ആമേൻ ആമേൻ. ജയമെടുക്കുന്നു. യേശുവിന്റെ കർത്താവിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. Jesus, hallelujah, 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 hallelujah. Thank you, Jesus. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾ നന്ദി. അങ്ങേ പാടുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ബലവും പ്രാർത്ഥന ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ കർത്താവിൻ്റെ ഭാഗ്യമൊരുക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് പാടിയതുപോലെ ചൂടിൽ വാടാതെ വീണ് പോകാതെ മേഘസ്തംഭമായി ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്കൊരു യാഹുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ പ്ലാനും പദ്ധതികൾ തെറ്റുമ്പോഴും ഹല്ലേലൂയ ഒരു നല്ലിടയനായി ഞങ്ങളുടെ തേടിയെത്തുന്ന കർത്താവ്, ഞങ്ങളെ വഴിയിലിട്ടിട്ട് പോകുന്ന കർത്താവ് അല്ലല്ലോ. കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കർത്താവ് അല്ലല്ലോ. ഹല്ലേലൂയ. കർത്താവേ, നല്ലിടയനായി കർത്താവിൻ്റെ തോളിലേറ്റി ഞങ്ങളെ വീട്ടിലെത്തി കർത്താവിൻ്റെ സ്നേഹം ഇന്നിൽ കൂടി ഒരു കടമൊക്കെ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ഭാഗ്യതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഈ പകൽക്കാലം എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിച്ച, കരുതിയ, പോറ്റി പുലർത്തിയ കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് നന്ദി കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് തുറന്നു നടക്കുമ്പോൾ നല്ല ശുശ്രൂഷകൾ തന്നെ ഏൽപ്പിക്കുന്നു. ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ. ഞങ്ങളെല്ലാവരെയും താഴ്ത്ത് സമർപ്പിക്കുന്നു. ഒരു കൂടെ താഴ്ത്ത് സമർപ്പിക്കുന്ന ജീവനുള്ള കൃപയും ശക്തി ബലവും അങ്ങ് തീരുമാനമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വലിയ കൃപ സർവേശ്വരനാമം തന്നെ. ആമേൻ. ഹല്ലേലൂയ. Water you turn into wine, open the eyes of the blind. There's no one like you, none like you.
Into the darkness we shine. Out of the ashes we rise. There's no one like you. None like you. Our God is greater. Our God is stronger. God, you are higher than any other. Our God is healer. Awesome in power. Our God. Our God. Our God is greater. Our God is stronger. God, you are higher than any other. Our God is healer. Awesome in power. Our God. Our God. Choice of what? Beginning of wisdom. Choice of wisdom. The Lord himself will go before you and will be with you. He will not leave you and nor forsake you. Do not be afraid, do not be discouraged. Deuteronomy 31, verse 8 and 9. With God, all things are possible. In the beginning, God created the heaven and earth. Let the word of Christ dwell in you richly, teaching and admonishing you in all wisdom. Hold on. Let the word of Christ dwell in you richly, teaching and admonishing you in all wisdom. Singing psalms and hymns and spiritual songs, giving with thankfulness in your hearts to God. And whatever you do in word or deed, do everything in the name of the Lord Jesus Christ. Through God, giving thanks to God the Father through him. Colossians chapter 3, verse 16 and 17. God says, the fear of the God is the beginning of wisdom. Proverbs 9, verse 10. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു വിശുദ്ധ ദിവസത്തിൽ വീണ്ടും നമുക്ക് ആയിരിക്കാൻ ദൈവം നൽകിയ ഈ സമയത്തിനായി, ഈ സാഹചര്യത്തിനായി, അവസരത്തിനായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് വചനത്തിൽ ധ്യാനിക്കുവാനും പല വിഷയങ്ങൾ ചിന്തിക്കുവാനൊക്കെ ദൈവം നമ്മൾ ഇടയാക്കിയല്ലോ. അതിനൊക്കെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് സമയങ്ങളിലെയും കാലങ്ങളെക്കുറിച്ചുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. അത് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മളത് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മളത് കണ്ടിന്യൂ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് ഒരു വ്യത്യസ്ത സബ്ജക്റ്റ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ആശയമാണ്. ഇത് കുറേ വർഷങ്ങൾ മുൻപേ എനിക്ക് ദൈവം നൽകിയ ഒരു ആശയമാണിത്. അത് ഞാനിങ്ങനെ പലയിടത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇപ്പം ഈ അവസരത്തിൽ എനിക്ക് പറയുവാനത് ദൈവം പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ മെസ്സേജിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ന് ഇപ്പം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വി നീഡ് ടു കണ്ടിന്യൂ ദിസ്. പക്ഷേ ഇതിൽ നിന്ന് വലിയൊരു കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും അതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊള്ളുന്നു. പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ദിവസത്തിലായിരിക്കാം. നമ്മുടെ ചിന്താവിഷയത്തിന് വേണ്ടി ബേസിക്കലി ഇത് ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മളൊരു സ്റ്റഡി ചെയ്യുവാണ്. നമ്മൾ ഒരു ബൈബിളിലുള്ള ഒരു ക്യാരക്ടർ, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ ചിലപ്പോൾ നമ്മളത് കേട്ടിട്ടില്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി വളരെ പ്രസംഗങ്ങളോ വളരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലായിരിക്കും. പക്ഷേ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് മുൻപാകെ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായം, അതിൻ്റെ 51 and 52. മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 51 and 52. ഒരു ബാല്യക്കാരൻ
അവനെ അനുഗമിച്ചു. അത് തന്നെ. അവർ അവനെ പിടിച്ചു. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ മഹാപുരോഹിതന്റെ അത്രേ ഉള്ളൂ. ഈ 51, 52 അല്ലേ വായിച്ചേ? ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഓക്കെ, അന്നേരം ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വ്യക്തി, ഒരു ബാല്യക്കാരനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും നേരത്തെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, സ്വന്തം. അന്നേരം ഇത് ബൈബിളിൽ മർക്കോസിൻ്റെ ലേഖനത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. ഇത് ഗതസമന തോട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ പടയാളികൾ വന്ന് പിടിക്കാൻ പോകുന്ന പിടികൂടുന്ന ആ ഒരു സാഹചര്യത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇവിടെ ഈ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. അദ്ദേഹം ഒരു നഗ്ന അവസ്ഥയിൽ, തുണിയൊന്നും പൂർണ്ണമായിട്ട് ഇട്ടിട്ടില്ല, എന്നാൽ ഒരു ഷീറ്റ് പുതച്ചിട്ടാണ് അവിടെ ഈ ഗാർഡനിൽ നിൽക്കുന്നത്. ഇതെപ്പോഴാണ് നിൽക്കുന്നത്? രാത്രിയാമങ്ങളിലാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ ഗതസമനയിൽ അവർ പടയാളികൾ പിടിച്ച രാത്രിയാമത്തിലാണല്ലോ, അല്ലേ? നമുക്കറിയാമല്ലോ. കർത്താവ് അവിടെ പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ, ശിഷ്യന്മാരോട് കൂടെ പോയപ്പോൾ അവിടെ പിടികൂടുകയാണ്. അന്നേരം ആ സാഹചര്യത്തിൽ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നിന്നുകൊണ്ട് ഈ ഇൻസിഡൻ്റ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ ഇവരെ പടയാളികൾ പിടിക്കാൻ പോകുന്ന ഈ ഒരു ഇൻസിഡൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് എന്തുവാണ് അവർ ചെയ്തത്? വാസ് ഫോളോയിങ് ജീസസ്. ഇദ്ദേഹം യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്താണ് ഇവിടെ വന്നതെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്, അല്ലേ? അനുഗമിച്ചു. യേശുക്രിസ്തുവിനെ അനുഗമിച്ചാണ്, വസ്ത്രമൊന്നും പൂർണ്ണമായിട്ട് ഇടാതെ ഒരു പുതപ്പും പുതച്ച് ഈ തണുപ്പത്ത് രാത്രിയിൽ അവിടെ വന്ന് നിൽക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അവരവനെ പിടിച്ചു. ആരായിരിക്കും പിടിച്ചത്? പടയാളികൾ, അല്ലേ? കർത്താവ് യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്ന പടയാളികൾ ഇവനെയും പിടിക്കുവാൻ ഓടിച്ചെന്ന് പിടിച്ചു. പിടിച്ചപ്പോൾ എന്തുവാണ്? അവൻ ആ തുണിയും പുതപ്പ് മാത്രമേ അവരുടെ കൈ കിട്ടിയുള്ളൂ. ഇദ്ദേഹം തുണിയില്ലാതെ ഒറ്റ ഓട്ടം രക്ഷപ്പെട്ടു. സ്തോത്രം. ഈ ഒരു ഇൻസിഡൻറ്റ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൺലി ഇൻ മാർക്ക് ആണ് കാണുന്നത്, അല്ലേ? അന്നേരം ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നതിനർത്ഥം, ബൈബിൾ പണ്ഡിതർ ഇപ്രകാരം പറയുന്നു, ഇത് മർക്കോസ് തന്നെയാണെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ആമേൻ. ബിക്കോസ് ഈ കാര്യം മറ്റാർക്കും അറിയത്തില്ല, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നത്. അവിടെ മർക്കോസ് തന്നെയാണ് ഈ ബാല്യക്കാരൻ എന്നാണ് ബൈബിൾ പഠിതാകർ അത് പറയുന്നത്. എന്നാൽ ഈ ഒരു കാര്യം ഇവിടെ മർക്കോസ് ആണെന്ന് നമ്മൾ വിശ്വസിച്ചോ, നമ്മൾ ചിന്തിച്ചോ, നമ്മൾ നിരൂപിച്ചോ? അത് ആണോ അല്ലയോ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ഇതൊരു എന്തുവാ പറയുക, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ നിങ്ങളത് കണക്ട് ചെയ്യാൻ എൻ്റെ കൂടെ വരണം. യു കം അലോങ് വിത്ത് മീ. ഒരു അസംഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് വരണം. വൺസ് യു കം വിത്ത് മീ ദെൻ ഇറ്റ്സ് ലൈക്ക് എ മിസ്റ്ററി. നമ്മളൊരു ഒരു ത്രില്ലർ മൂവി കാണാൻ പോകുമ്പോൾ നമ്മുടെ ത്രില്ലർ ഇപ്പോൾ ചില കാര്യങ്ങൾ അൺഫോൾഡ് ആകും. അങ്ങനത്തെ ചില കാര്യങ്ങൾ അൺഫോൾഡ് ആയി വരുമ്പം നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച്, ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച്, ഈ ഒരു മനുഷ്യനെക്കുറിച്ച് ഇവിടെ എന്തിനാണ് എഴുതിയിരിക്കുന്നത്. ഈ ബൈബിളിൽ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ എഴുതുവാൻ കാരണം എന്തായിരിക്കും? ഇത് മർക്കോസ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മർക്കോസ് ആണെങ്കിൽ അത് മർക്കോസ് അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വേഗത്തിൽ നമുക്ക് കണക്ട് ചെയ്യുവാൻ ഒരു ബിറ്റ്സ് ആൻഡ് പീസസ്, നമ്മൾ പസിൽ സോൾവ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യുന്ന പോലെ, നമ്മൾ ഇപ്പോൾ ഒരു ക്രൈം സീനിൻ്റെ എവിഡൻസ് ഇവിടുന്ന് പറക്കി നമ്മൾ വെച്ചുകൊണ്ട് ഒരു ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്തില്ലേ, അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? മർക്കോസിൻ്റെ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ മർക്കോസ് ആരായിരുന്നു? മർക്കോസിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു? ബൈബിളിൽ മർക്കോസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല, വളരെ ചുരുക്കത്തിലേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ അതൊക്കെ നമ്മൾ എടുക്കാം. അതിനെക്കുറിച്ച് നമ്മൾ മർക്കോസ് ആരായിരുന്നു എന്നുള്ള ആ വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഗ്രഹിക്കാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ. ആമേൻ, ഹല്ലേലൂയ. അത് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇതൊരു ചെറുപ്പക്കാരനാണ്. രണ്ടാമത്, വലിയ ധൈര്യവും വലിയ ശക്തിയും പവറും ഒന്നുമില്ല, ഒരു പേടിയുള്ള ഒരു വ്യക്തി, അല്ലേ? നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തി. പടയാളികൾ വന്നപ്പോഴത്തേന് ഓടി അവരെ നേരിടുവാനോ അവരെ തടയുവാനോ ഒന്നും അവിടെ പോയിട്ടില്ല. അത് തുണി പോലും ഒരു വിട്ടിട്ട് പതപ്പും കളഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. അങ്ങനെ ഒരു ഫിയർഫുൾ അല്ലെങ്കിൽ ഭയമുള്ള ഒരു വ്യക്തി, ഒരു ബോൾഡ്നെസ് അല്ലാത്ത ഒരു വ്യക്തി, ഒരു സാധാരണ മനുഷ്യൻ ആയ ഒരു വ്യക്തിയാണ് ഈ
ചെറുപ്പക്കാരൻ. നമ്മൾ പറഞ്ഞു മർക്കോസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മർക്കോസ് ആണെന്ന് പറയാൻ 1-2 കാരണം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം ഈ കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മർക്കോസ് താമസിക്കുന്നത് മർക്കോസിൻ്റെ അമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ മർക്കോസിൻ്റെ മാളിക മുറി നമുക്കറിയാമല്ലോ അല്ലേ? മർക്കോസിൻ്റെ മാളിക മുറിയിലല്ലയോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആദ്യമായിട്ട് നടന്നത്? അതാണ് ആരുടെ? മർക്കോസിൻ്റെ വീട്. മർക്കോസിൻ്റെ വീട് എന്ന് പറഞ്ഞത് യെരുശലേമിൽ വലിയൊരു മാളികയൊക്കെ ഉള്ള, അന്നത്തെ കാലത്ത് വലിയ മാളിക എന്ന് പറഞ്ഞ മാൻഷനായിട്ടുള്ള വീട്. അതിനകത്ത് 2 നില കെട്ടിടം, അതിനകത്ത് മേലും നിലയുണ്ട്, താഴെയുണ്ട്. വലിയ വീടാണ്. വലിയ സമ്പന്നരായിട്ടുള്ള ഒരു വ്യക്തി ആണ് ഇവരുടെ ഫാമിലി. അങ്ങനെയുള്ള ഫാമിലി, ഇവരുടെ മാതാവിൻ്റെ പേര് മറിയം എന്നാണ്. ഇവരൊക്കെ ഈ യേശു കർത്താവിനും ഒക്കെ ശുശ്രൂഷിക്കുകയും അവരുടെ ശിഷ്യന്മാരായൊക്കെ ജീവിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തികളാണ്. തുടർന്ന് ഈ കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ നടന്നതൊക്കെയാണ് എവിടാ? മർക്കോസിൻ്റെ മാളിക മുറിയിലാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെയുള്ള ഈ വീട് എവിടെയായിരുന്നു? യെരുശലേമിലാണ്. അന്നേരം ഈ ഗെത്സമനെ എവിടെയാണ്? ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന എവിടെയാണ്? ഇതിനടുത്ത് ഒലിവുമല. അന്നേരം അതിനൊരു ഏകദേശം 1 കിലോമീറ്റർ ഉള്ളതെന്നാണ് അവർ പറയുന്നത്, അതിൻ്റെ കണക്കനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോക്സിമിറ്റി വെച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ഒരു ചെറുപ്പക്കാരൻ ആ രാത്രിയിൽ അവിടെ ആ അവസ്ഥയിൽ ചിലപ്പം വീട്ടിൽ നിന്നായിരിക്കും തുണി പുതപ്പ് ബെഡ്ഷീറ്റ് പുതച്ചുകൊണ്ട് അവിടെ കടന്നു വന്നത് അല്ലേ? അങ്ങനെ ആയ നോക്കിയാൽ നമുക്ക് ചാൻസസ് ആർ ഇറ്റ് ഇസ് മാർക്ക് അല്ലേ? ബിക്കോസ് അല്ലെങ്കിൽ ദൂരെ യാത്ര ചെയ്ത് വരുന്ന ആളാണെങ്കിൽ അവിടെ വരാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്നെന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ഇത് യെരുശലേമിലുള്ള ഒരു അടുത്തെങ്ങാനും പ്രോക്സിമിറ്റി താമസിക്കുന്ന, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ട് അങ്ങ് പോകാമെന്ന് വെച്ചാലും പോകാൻ തക്ക ദൂരത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അന്നേരം അത് മർക്കോസ് ആകാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഈ ഇൻസിഡൻറ്റ് ഇവിടെ എഴുതാൻ കുറച്ച് കാരണങ്ങളുണ്ട് അല്ലേ? മർക്കോസ് ഇപ്പം നമുക്ക് അറിയാമല്ലോ, ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ എഴുത്തുകാരനെക്കുറിച്ച് അവിടെ എഴുതുന്നില്ല. ആരെ എഴുതിയെന്ന് നമുക്ക് ഈ മർക്കോസിൻ്റെ ലേഖനത്തിൽ മുൻപാകെ ഒന്നും ഈ സുവിശേഷത്തിന് ആദ്യം നമുക്ക് എഴുതുന്നില്ല. മർക്കോസ് എഴുതുന്ന ലേഖനമൊന്നും അവിടെ കാണുന്നില്ല. എന്നാൽ അങ്ങനെ എഴുതുമ്പോൾ എഴുത്തുകാരൻ ആരാന്ന് അനോണിമസ് ആയിട്ട് അതിനകത്ത് എഴുത്തുകാരൻ്റെ ഒരു പേര് അതിനകത്ത് കാണാത്തപ്പം അങ്ങനെയുള്ളപ്പോൾ എന്തുവാണ് അവിടെ അവരുടെ ഒരു സിഗ്നേച്ചർ അവർ എങ്ങനെയും അതിനകത്ത് ഒളിപ്പിച്ചു വെക്കും. ഫോർ എക്സാമ്പിൾ, യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നവിടെ തന്നെക്കുറിച്ച് എഴുതിയിരുന്നത്. അങ്ങനെ തന്നെക്കുറിച്ച് എന്തെങ്കിലും കാര്യം അവിടെ ഹിഡനായിട്ട് എഴുതി വെക്കും. അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ്, അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇതെങ്ങും. ഈ ഒരു കാര്യം എഴുതാൻ നമ്മൾ സാധാരണ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച്, ഒരു യങ് മനുഷ്യനെ കുറിച്ച് അവിടെ എഴുതാൻ ഒരു പ്രയോജനമില്ല അല്ലേ? അതുകൊണ്ട് എന്തോ അവിടെ പിടികൂട്ടി ഒന്നും നടന്നുമില്ല, ഒന്നും ചെയ്തുമില്ല അവിടെ. എന്നാൽ ആ ഇൻസിഡൻറ്റ് അവിടെ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇല്ല. പക്ഷേ ഈ മർക്കോസ് അവിടെ ആ കാര്യം നോട്ട് ചെയ്യാൻ കാരണം എന്തുവാണ്? ഇറ്റ്സ് ടു അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ സിഗ്നേച്ചർ ഇടാൻ വേണ്ടിയാണ്, ഞാനായിരുന്നു എന്നുള്ള ടെസ്റ്റ് മണി, അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണി അവിടെ ഇടാൻ വേണ്ടി ആയിരിക്കും. ബിക്കോസ് അതല്ലാതെ ഈ മർക്കോസിൻ്റെ സുവിശേഷം എങ്ങും അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, മർക്കോസിൻ്റെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല അല്ലേ? then തൻ്റെ ഒരു സിഗ്നേച്ചറായിട്ട് ഇവിടെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിയാലും ആരാണ്? മർക്കോസ് ആണ് ഈ ബാല്യക്കാരൻ. സ്തോത്രം. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ഇവിടെ ഒരു വസ്ത്രത്തെക്കുറിച്ച് എഴുതുന്നുണ്ടല്ലോ, എന്താണ് എഴുതുന്നത്? ലിനൻ ഗാർമെൻറ്റ്. അന്നേരം അതിൻ്റെ ഇംഗ്ലീഷിൽ എഴുതിയെങ്കിൽ ലിനൻ ഗാർമെൻറ്റ് എന്നാ, മലയാളത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്? അവിടെ പുതപ്പന്നേ ഉള്ളൂ അല്ലേ? മലയാളത്തിൽ പുതപ്പന്നേ ഉള്ളൂ. ഓക്കെ. ആക്ച്വലി അതിൻ്റെ ഈ ആക്ച്വൽ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് സിന്തോൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സിന്തോൻ. ആ ഒരു ഗാർമെൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് ഒരു പേരുണ്ട്, ഒരു അവിടുത്തെ ഒരു വിശേഷം പേരുണ്ട്. അത് കാണിക്കുന്നത് അപ്രകാരമുള്ള ആ വസ്ത്രം നല്ല വെൽത്തുള്ള അല്ലെങ്കിൽ വെൽത്തിയുള്ള മനുഷ്യർക്ക് മാത്രം അവരുടെ കയ്യിലേ ഉള്ളൂ അത്രയും വസ്ത്രങ്ങൾ. വിലപിടിപ്പുള്ള ഒരു സൈസ് വസ്ത്രമാണ്, ഒരു സൈസ് ലിനനാണ്. അങ്ങനത്തെ സാധാരണ വ്യക്തികളും അല്ലെങ്കിൽ പാവപ്പെട്ട വ്യക്തികളിൽ ഒന്നും കയ്യിൽ അപ്രകാരമുള്ള ക്ലോത്ത് ഇല്ല. അന്നേരം ഈ സിന്തോൺ എന്ന് പറയുന്ന ഈ ഗാർമെൻറ്റ്, ഈ വിശേഷപ്പെട്ട ലിനൻ നല്ല പൈസ ഉള്ള അല്ലെങ്കിൽ വെൽത്തി ആളിൻ്റെ കയ്യിലേ ഉള്ളൂ. അങ്ങനെ നോക്കിയാലും വെൽത്തി ആയിട്ടുള്ള ആളാരായിരുന്നു? മർക്കോസായിരുന്നു. ആമേൻ. അന്നേരം ഇതെല്ലാം കണക്ക് കൂട്ടി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി, ഒരു ഗുഡ് പോസിബിലിറ്റി ഇതാണ്, അത് മർക്കോസ് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമുക്ക് നിൽക്കാം. അന്നേരം മർക്കോസ് അത് ആയിരുന്നെങ്കിൽ, മർക്കോസ് ആണെങ്കിൽ ഈ മർക്കോസ് ഇവിടെ എന്തോ ചെയ്യുമായിരുന്നു? ഭയങ്കര ഒരു മിസ്റ്ററി ആയിരുന്നു അല്ലേ?
അത് നമുക്ക് ആരെങ്കിലും പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കാൻ പോകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മർക്കോസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാണുവാൻ സാധിക്കും? വിശുദ്ധ പുസ്തകത്തിൽ നമുക്ക് മർക്കോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ കാണുവാൻ സാധിക്കും എന്ന് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 12. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 12 നമുക്ക് വായിക്കാം. ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആമേൻ, അത്ര മതി. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. ഓക്കെ, അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ യോഹന്നാൻ, ഈ മർക്കോസ് എന്ന വ്യക്തിക്ക് മറ്റൊരു പേരൂടെ ഉണ്ട്, യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോൺ മാർക്ക് എന്നാണ്. ഓക്കെ, ഈ മർക്കോസ് നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തിയുടെ യഥാർത്ഥ പേര് ജോൺ മാർക്ക് എന്നാണ്. നേരെ യോഹന്നാനെന്നും ചില ആൾക്കാർ വിളിക്കും, മർക്കോസ് എന്നും ചില ആൾക്കാർ വിളിക്കും, ജോൺ മാർക്ക് എന്നും ചില ആൾക്കാർ വിളിക്കും. അങ്ങനെയുള്ളതായിരുന്നു ഇദ്ദേഹം. അന്നേരം ഇവിടെ ബൈബിളിൽ തന്നെ പലയിടത്ത് യോഹന്നാനെന്നും ഇദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, മാർക്കോസ് എന്നും എഴുതിയിട്ടുണ്ട്, ജോൺ മാർക്ക് എന്നും എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം ഇവിടെ ഈ ഒരു വാക്യത്തിൽ ആക്ട്സ് 12:12 എഴുതിയിരിക്കുന്നത് യോഹന്നാൻ, മലയാളത്തിൽ വായിച്ചു, ഒന്നുകൂടി വായിച്ചു, സോറി. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ. അന്നേരം യോഹന്നാനാണ് ആ വ്യക്തി. ആരാണ്? മറിയയുടെ മകൻ. മറിയ എന്ന് പറഞ്ഞ ഒരു വിധവയായ ഒരു സ്ത്രീയാണ്. അദ്ദേഹം ഒരു വലിയ സമ്പന്നമായ ഒരു സ്ത്രീ. അവർ യെരുശലേമിൽ പാർത്തവർക്ക് വലിയൊരു വീട്, നമ്മൾ പറഞ്ഞ പോലെ മാളിക മുറിയൊക്കെ ഉള്ള വീട്, ഇവിടെയാണ് ഈ വ്യക്തികളെല്ലാം ഇരുന്ന് പ്രാർത്ഥിച്ചത്. അന്നേരം അവരുടെ ആ സ്ത്രീയുടെ മകനാണ് യോഹന്നാൻ, മറുപേരാണ് മർക്കോസ്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പിടി കിട്ടിയല്ലോ. അന്നേരം ഈ മർക്കോസിൻ്റെ വീട്ടിലാണ്, മാളിക മുറിയിലാണ് ഇവരെല്ലാം ഇരുന്ന് പ്രാർത്ഥിച്ചത്. നമുക്കിവിടെ ഈ ഇൻസിഡൻറ്റ്, ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുവാൻ സാധിക്കുമ്പോൾ, നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, മർക്കോസിൻ്റെ മാളികയിലിരുന്ന് അവർ പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ. അന്നേരം ഈ മാളിക മുറി എന്ന് പറഞ്ഞ ഒരു വളരെ പ്രത്യേക ഒരു അനോയിൻറ്റഡ് ഒരു പ്ലേസ് ആണ്. ബിക്കോസ് ഇവിടെ ശിഷ്യന്മാരെല്ലാം കടന്നു വരികയും യേശു കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും, അത് മാത്രമല്ല ഹിസ്റ്റോറിക്കലി നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ബൈബിൾ പഠിതാകർ പറയുന്നത് ഈ മർക്കോസിൻ്റെ വീട്ടിലാണ് കർത്താവായ യേശു ക്രിസ്തു എന്തുവാണ് ചെയ്തത്? തൻ്റെ തിരുമേശ അവിടെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. ആമേൻ, ഇത് നമുക്കറിയാമല്ലോ അല്ലേ? അന്നേരം ഈ മേശ ഒരുക്കുകയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ഇതെല്ലാം ചെയ്ത സംഭവം എല്ലാം നടന്നത് വലിയൊരു ഹിസ്റ്റോറിക് സ്ഥലമാണ്. ഇപ്പം നമ്മുടെ ഇപ്പം കോവൻട്രി പട്ടണത്തിൽ നമ്മുടെ ഒരു വീട് നമ്മൾ കൂടി വരുന്നു. നമ്മൾ കുറച്ച് ഫാമിലീസ് നമ്മൾ കൂടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചർച്ചൊന്നും ഇല്ലെന്ന് വെച്ചോ. അന്ന് ആ സമയത്ത് ചർച്ച ഇല്ലായിരുന്നെങ്കിൽ, ചർച്ച കൂടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഭവനത്തിൽ കൂടി വരുവാന്ന് വെച്ചോ. എന്നിട്ട് ആ ഭവനത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അവിടെ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുന്നു, അവിടെ ജനങ്ങൾ ഇടുന്ന് കൂടി കഴിക്കുന്നു, ചില കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ മർക്കോസിൻ്റെ അമ്മയുടെ വീട്, അല്ലെങ്കിൽ മർക്കോസിൻ്റെ വീട്. ആമേൻ, അത്രയും നമുക്ക് പിടി കിട്ടിയല്ലോ. സ്തോത്രം. അത് മാത്രമല്ല ചില കാര്യങ്ങൾ തുടർന്ന് നമുക്ക് അതിൻ്റെ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, നിങ്ങളെ ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിക്കാം. ഈ വീടിൻ്റെ പ്രത്യേകത, ഇവിടെ നല്ല സമ്പന്നരായ വ്യക്തികളാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്കറിയാം 120 പേര് ഇവിടെ കാത്തിരുന്നു. അന്നേരം അത്ര വലിയ വീടും അത്ര വലിയ അക്കോമഡേഷനാണിത്. രണ്ടാമത്തെ കാര്യം എന്തുവാണ്? ഇവിടെ വേലക്കാരൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരൊക്കെ ഉണ്ട് അല്ലേ? ആമേൻ, ഹല്ലേലൂയ. എന്തൊക്കെയാണ് വേലക്കാർ? ഒരു വേലക്കാരുടെ പേര് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല? പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പത്രോസ് അവിടെ ജയിലിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് നേരെ വന്ന് ഇവിടെ വാതിലെ മുട്ടി, മർക്കോസിൻ്റെ വീടിൻ്റെ വാതിലെ വന്ന് മുട്ടി. അന്നേരം ഒരു സ്ത്രീ വന്ന് കഥ തുറന്നു. ആരായിരുന്നു? പേര് ഓർക്കുന്നുണ്ടോ? റോദ. എക്സാക്ട്ലി, അത് തന്നെ. ഓക്കെ, അത് തന്നെ. സോ അന്നേരം നല്ല വേലക്കാരും കാര്യസ്ഥരും ഒക്കെയുള്ള നല്ല സമ്പന്നനായ ഒരു വ്യക്തിയും ഒരു വീടാണ് ഈ മർക്കോസിൻ്റെ വീട്. നല്ല വെൽ ടു ഡു അല്ലെങ്കിൽ വെൽത്തി, നല്ല ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തികളായിരുന്നു ഈ മർക്കോസിൻ്റെ വീടും മർക്കോസിൻ്റെ ഹൗസ് ഹോൾഡും ഇവരുടെ
ആ ഒരു ജനറേഷൻ. ഓക്കെ, മനസ്സിലായി. നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കൊലോഷ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. കൊലൂഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 10. ബർന്നബാസിന്റെ മച്ചുനായ മച്ചുനൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? മച്ചുനൻ കസിൻ, ഇംഗ്ലീഷ് എഴുതിയ കസിൻ. മച്ചുനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു മർക്കോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മർക്കോസ് ആരാണ്? മർക്കോസിന്റെ മറ്റൊരു ഐഡന്റിറ്റി ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ആരാണ്? ബർന്നബാസിന്റെ കസിനാണ്. അന്നേരം നമുക്ക് ഇനിയും പെട്ടെന്ന് വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം ഈ ബർന്നബാസ് ആരായിരുന്നു ഒരു ചില കാര്യങ്ങൾ നമുക്ക് ഇതെല്ലാം നമുക്ക് എന്തുവാ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്തുവാണ്? നമ്മൾ പല ക്ലൂ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ക്ലൂ എടുക്കുവാണ്. ഓക്കെ, ആദ്യത്തെ ക്ലൂ എന്തുവാണ്? മാതാവിനെക്കുറിച്ചും ഇവരുടെ ഭവനത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചുള്ള നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പിടികിട്ടി. ആ വീട് നല്ല സമ്പന്നമായ വീടാണ്. അവിടെ മർക്കോസോട് താമസിച്ച വീട്. മർക്കോസിൻ്റെ വീടും നമുക്കെല്ലാം അറിയാം. മാളിക മുറിയും നമ്മൾ നല്ല ബൈബിളിക്കലായിട്ട് നമുക്കത് തിരിച്ചറിയുന്ന സ്ഥലമാണ്, ആ വീടാണ്. രണ്ടാമത് ബർന്നബാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കസിനാണ്. എന്നാൽ ഈ ബർന്നബാസ് എന്ന് പറഞ്ഞ വ്യക്തി ആദിമ വിശ്വാസികളിൽ ഒരു വിശ്വാസിയായിരുന്നു ബർന്നബാസ്. പോസിബിളി ഈ 120 പേര് കാത്തിരുന്ന ഈ വ്യക്തികളിലൊക്കെ അഭിഷേകം പ്രാപിച്ച വ്യക്തികളിൽ നേരിട്ട് പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ ഇടിമുഴക്കത്തോടെ ഇറങ്ങിയ ആ അഭിഷേകം പ്രാപിച്ച, ഇന്നൊക്കെ നമ്മൾ മറ്റേ കൈവപ്പിൽ നിന്നും അല്ലെങ്കിൽ മറ്റേ സ്ഥലത്തേക്ക് പോയി അഭിഷേകം പ്രാപിക്കുന്ന, അന്ന് നേരിട്ട് അഭിഷേകം പ്രാപിച്ച വ്യക്തിത്വത്തിൽ ഒരു വ്യക്തിയായിരിക്കും ഈ ബർന്നബാസ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഈ ബർന്നബാസ് ഒരു ലേവി കുടുംബത്തിലെ വ്യക്തിയായിരുന്നു. ലേവിയറിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ലേവി ഗോത്രത്തിലെ വ്യക്തികൾ അവരെന്തോ ചെയ്യുന്നത് വെച്ചാൽ അവർ ഒരു പ്രായപൂർത്തിയാകുമ്പം അല്ലെങ്കിൽ അവർ ഒരു ഇപ്പം ആകുമ്പോൾ ഇപ്പം പിള്ളേർക്ക് യൂണിവേഴ്സിറ്റി പോകത്തില്ലേ, അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയുടെ പ്രായമാകുമ്പോൾ ഈ പിള്ളേർ യൂണിവേഴ്സിറ്റി പോകും. അവരുടെ യൂണിവേഴ്സിറ്റി എന്തുവാണ്? ഗമാലിയേലിൻ്റെ പാഠപീഠത്തിലിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവരെ പഠിപ്പിക്കുന്ന ന്യായപ്രമാണം, തോറ, ഇതെല്ലാം പഠിപ്പിക്കും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കൈ കൊണ്ട് തന്നെ ഇതെല്ലാം പകർത്തി എഴുതും. ഇതൊക്കെയാണ് അവരുടെ പഠിത്തം. ഇന്നത്തെ കാലത്തെ എഡ്യൂക്കേഷൻ, ഇന്നത്തെ യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻ പോലെ അന്നത്തെ യൂണിവേഴ്സിറ്റി എന്താണ്? ലേവിയർ അങ്ങനത്തെ ലേവി ഗോത്രത്തിലെ ആണുങ്ങൾ, പിള്ളേർ അവർ പോയി ഇതെല്ലാം പഠിക്കും. റബ്ബിമാരുടെ കാൽപാദത്തിലിരുന്ന് ഇതെല്ലാം ഗ്രഹിക്കും, പഠിച്ച് അവർ പാസ്സാകും. എന്നിട്ട് അവരൊരു റബ്ബിയായി തീരും. ഇതാണ് അവരുടെ പഠിത്തം, അല്ലേ? അങ്ങനെയുള്ള ആരാണ് ഈ ലേവി ഗോത്രത്തിലുള്ള വ്യക്തി? ആരാണ്? ബർന്നബാസാണ്. ബർന്നബാസിന് കസിനായിരിക്കുന്ന മർക്കോസ്, അന്നേരം അതും ഈ ലേവി ഗോത്രത്തിലെ ഒരു വ്യക്തി ആയിരിക്കും. നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടി, അല്ലേ? അങ്ങനെയാണെങ്കിൽ യൗവനക്കാരനായ ലേവ്യനായ മർക്കോസ് എവിടെയോ ഇത് പഠിക്കാൻ യൂണിവേഴ്സിറ്റി പോയി കാണും, അല്ലേ? പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും. ഒരു ഐഡിയ നമ്മളൊരു കാര്യങ്ങൾ നമ്മൾ ഗസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പഠിക്കുവാൻ പോയി കാണും. നമ്മൾ ബൈബിളിലൊന്നും എഴുതിയിട്ടില്ല പഠിച്ചെന്ന് പോയെന്ന് നമുക്ക് അറിയത്തില്ല ഇത്. പക്ഷേ ഇത്ര നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ബർന്നബാസിൻ്റെ കസിനായ ഈ ലേവിയനായ ബർന്നബാസിൻ്റെ കസിനായ ഈ മർക്കോസ്. അന്നേരം ബർന്നബാസിനെ കുറിച്ച് മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. പൗലോസിൻ്റെ കൂട്ടുവേലക്കാരനായിരുന്നു. പൗലോസിൻ്റെ കൂടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് ഇവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാം പ്രാപിച്ചു കഴിഞ്ഞിട്ട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഇവർ പുറപ്പെട്ടപ്പോൾ ഈ നമുക്കറിയാം മിഷണറി യാത്രകൾ. പൗലോസ് എത്ര മിഷണറി യാത്ര ചെയ്തിട്ടുണ്ട്? ഓർക്കുന്നുണ്ടോ? ഹൗ മെനി മിഷൻ ട്രിപ്സ് പോൾ ഡിഡ്? നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാം, നമുക്ക് മാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. പൗലോസിൻ്റെ ആദ്യത്തെ ജേണി, രണ്ടാമത്തെ ജേണി, ഇങ്ങനെ ഉണ്ടല്ലോ. പൗലോസ് 4 ജേണി ചെയ്തിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ. ഫുൾ ജേണി എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങും, ഇങ്ങനെ കറങ്ങി മറ്റു സ്ഥലങ്ങളിലെല്ലാം പോയി കുറേ വർഷം കഴിഞ്ഞ് തിരിച്ച് ആ സ്ഥലത്ത് വരും. അതാണ് ഒരു ജേണി. പിന്നെ അടുത്ത ജേണി ആ സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തു നിന്ന് പിന്നെയും തുടങ്ങും. അതിങ്ങനെ പോയി 3-4-5 വർഷം മറ്റൊരു സ്ഥലങ്ങളിലെല്ലാം കറങ്ങി അടിച്ച് പിന്നെ ആ സ്ഥലത്ത് കടന്നു വരും. അതാണ് രണ്ടാമത്തെ ജേണി. ഇങ്ങനെ പോയി ലാസ്റ്റ് ജേണി ആയിരുന്നു എവിടെയായിരുന്നു? റോം വരെ ഉള്ള ജേണി. അവിടെ ആയിരുന്നു അദ്ദേഹത്തെ പൗലോസിനെ തലവെട്ടി കൊല്ലുവാനിടയായി, അല്ലേ? അന്നേരം ഈ 4 ജേണി എന്തുവാണ്? മിഷന് വേണ്ടി, മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഇവർ പോകുന്ന ജേണീസാണ്. അന്നേരം ഈ ജേണിയിലൊക്കെ ആരായിരുന്നു കൂടെ പോയത്? ശുശ്രൂഷകൻ. ആദ്യത്തെ ജേണിയിലൊക്കെ പോയ ശുശ്രൂഷകനാണ് ബർന്നബാസ്. അതിലൊരാൾ വ്യക്തിയാണ് ബർന്നബാസ്. അവർ വലിയ എന്തുവാണ്
കൂട്ട് ഉള്ള വ്യക്തികളായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ എൻ്റെ ഭാവനയിൽ ചിന്തിക്കുവാണ്, ഞാൻ എൻ്റെ ഒരു ഗസ് പറയുവാണ്, ഇവർ രണ്ടുപേരും ഇവരുടെ പൗലോസിനെ കുറിച്ച് അല്ലെങ്കിൽ ശൗലിനെ കുറിച്ച് നമുക്ക് എന്തോ അറിയാം. തർശുഷുകാരനായ സൗല് ആരായിരുന്നു? ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചു എന്ന് പറയുന്ന വ്യക്തിയാണ്. ആമേൻ, ഹല്ലേലൂയ. പൗലോസ് ആയിരുന്നു. പൗലോസിൻ്റെ ഒരു കൂട്ടുപ്രവർത്തകനായ ബർന്നബാസ് ആണ് പൗലോസിനെ ഈ പത്രോസിനെ അവരുടെയൊക്കെ അടുത്ത് കൂട്ടുകൊണ്ടുവന്ന്, നമുക്ക് വചനമുണ്ട്, ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, നമുക്ക് വായിക്കാം. ഈ പൗലോസിനെ കൂട്ടിക്കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത് അല്ലേ. എന്നാൽ ഈ ബർന്നബാസിന് നേരത്തെ പൗലോസിനെ അറിയാം, പോസിബിളി ഫ്രം ദ ഗമാലിയൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഗമാലിയലിൻ്റെ ഇവിടെ പഠിച്ചായിരിക്കും ഒരുമിച്ച്, അല്ലെങ്കിൽ അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു പരിചയം ഇവർക്ക് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിൽ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഈ വേലയ്ക്ക് വേണ്ടി തുടങ്ങിയപ്പോൾ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെല്ലാം തുടർന്നപ്പോൾ, ഇതിൻ്റെ ഭാഗമായിട്ട് പൗലോസും കടന്നു വന്നപ്പോൾ, പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അവിടെ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ജെറുസലേമിലെ കൗൺസിൽ. അവിടെ അവർ തീരുമാനിച്ചു പൗലോസ് ആരാണ്, ജാതികൾക്ക് വേണ്ടിയുള്ള സുവിശേഷം അറിയിക്കാൻ വേണ്ടിയുള്ള അപ്പോസ്തലനാണ് എന്നിവരെ വേർതിരിച്ച് അവരവിടെ സൈൻ ചെയ്ത് അവരെ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് അവരെ വിടുകയാണ്. അങ്ങനെയാണ് യാത്ര തുടരുന്നത്. പൗലോസും ബർന്നബാസും ഒക്കെ അവർ യാത്ര തുടരുന്നത് അല്ലേ. അതെല്ലാം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് വായിക്കാമല്ലോ, വായിച്ച് ഉള്ളതാണ്, അത് എടുത്ത് പറയുന്നില്ല. സോ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ബർന്നബാസ് നമുക്ക് കാണാൻ സാധിക്കും പൗലോസിൻ്റെ നല്ല ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അത്രയും നമുക്ക് പറയാമല്ലോ. അത് നമുക്ക് അല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഡെഫിനറ്റ്ലി ഹി ഈസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് പൗലോസ്. പ്രൈസ് ദി ലോർഡ്. അത്രയും നമുക്ക് മനസ്സിലായി. അങ്ങനെ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബർന്നബാസിൻ്റെ കസിനാണ് മർക്കോസ്. ഓക്കെ, മർക്കോസ് യങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. മോസ്റ്റ് പ്രോബബ്ലി മേ ബി ഹി സ്റ്റാർട്ടഡ് ഗോയിങ് ടു ദ സ്കൂൾ ഓർ ഹീ ഈസ് ഓൾറെഡി ഇൻ സം ലെവൽ ആയിരിക്കാം. അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ നമ്മുടെ ഒരു ഗസ് വർക്ക് നമ്മൾ ചെയ്താൽ, ബിക്കോസ് യങ് ആയിട്ടുള്ള വ്യക്തിയാണ്, ലേവ്യ ഗോത്രത്തിലുള്ള വ്യക്തിയാണ്, അവരുടെ പാരമ്പര്യം അനുസരിച്ച് അവർ എന്തോ ചെയ്യും, ഇങ്ങനെ പാദപീഠത്തിൽ പോയി ഇരുന്ന് റബ്ബിയുടെ പാദപീഠത്തിൽ പോയി കാര്യങ്ങൾ തോറ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിക്കാൻ പോയ ഒരു സ്റ്റുഡൻറ്റ് ആയിരിക്കും ഈ മർക്കോസ് ആ സമയത്ത്. ഓക്കെ, സ്തോത്രം. നെക്സ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കും, ഈ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 12:25 ഒന്ന് വായിച്ചു വേഗത്തിൽ. 12:25 ആക്ട്സ് 12:25. ഓക്കെ, അന്നേരം ഈ മർക്കോസും ശൗലും ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? ഇവരുടെ ആദ്യത്തെ ജേണിയെ കുറിച്ചാണ്. അന്നേരം ഈ മിഷൻ വർക്കിന് വേണ്ടി ഇവർ പോയപ്പോൾ പൗലോസും ബർന്നബാസും ഇവരൊക്കെ ഒരുമിച്ച് പോയപ്പോൾ ഇവരുടെ കൂടെ മർക്കോസും ഈ ഓക്കെ അതിൻ്റെ അർത്ഥം ഈ മിഷൻ വർക്കിന് പോയപ്പം മർക്കോസും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് എന്തുവാണ്? ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. 13:5 13:5. അന്നേരം ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ആരാണ്? മർക്കോസ് ആണ്. ഓക്കെ, എന്തോ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ അവർക്ക് അസിസ്റ്റൻ്റ് ആയിരുന്നു, സഹായകനായിരുന്നു അല്ലേ. അതിൻ്റെ അർത്ഥം ഇപ്പം നമുക്ക് പിടികിട്ടി, യോഹന്നാൻ അല്ലെങ്കിൽ മർക്കോസ് എന്തോ ചെയ്തു? ഈ ബർന്നബാസും പൗലോസിൻ്റെയും കൂടെ അവരുടെ മിഷൻ വർക്കിൽ പോയ ഒരു വ്യക്തിയാണ്. അവരുടെ അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ട്. അസിസ്റ്റൻ്റായിട്ട് പോയിട്ടും അവർക്ക് അസിസ്റ്റ് ചെയ്യുവാനും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെന്തിനാണ് പോയേക്കുന്നത്? മിഷൻ വർക്കിനല്ലേ പോയേക്കുന്നത്. സുവിശേഷം അറിയിക്കാൻ പോയുമ്പോൾ അവിടെ എന്തൊക്കെ സുവിശേഷ പ്രവർത്തനത്തിന് അസിസ്റ്റൻ്റായിട്ട് എന്തോ കാര്യമുണ്ട്. ചിലപ്പം നമ്മളൊരു ടീമായിട്ട് നമ്മളൊരു സുവിശേഷം അറിയിക്കാൻ പോവുകയാണ്. എന്തുവാണ് നമ്മൾ ചെയ്യുന്നത്? ചിലപ്പം വർഷിപ്പ് ലീഡ് ചെയ്യാൻ ഒരാൾ വേണം, ചിലപ്പം ട്രാൻസ്ലേഷനിൽ ഒരാൾ വേണം അല്ലേ. അവിടുത്തെ ആൾക്കാർക്ക് അവരുടെ ലാംഗ്വേജ് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ട്രാൻസ്ലേറ്റർ വേണം അല്ലേ. അങ്ങനത്തെ വ്യക്തികളൊക്കെ ഒരു ടീമായിട്ടുള്ള ഒരു അസിസ്റ്റൻ്റായിട്ട് ആണ് ഈ മർക്കോസ് അവിടെ ഇവരുടെ കൂടെ കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്നേരം അതിന് കടന്നു പോകാൻ തക്കവണ്ണം ഉള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിനുള്ള കഴിവ്, ബേസിക് മിനിമം ക്വാളിഫിക്കേഷൻ ഈ മർക്കോസിന് ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് ആരാണ്? എക്സ്പേർട്ടാണ്, എല്ലാം PhD എടുത്ത ആളാണ്. അന്നത്തെ യൂണിവേഴ്സിറ്റിയിലെ PhD ആണ് അല്ലേ പൗലോസ്.
പഠിച്ച വ്യക്തിയാണ്. ബർന്നബാസ് അതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ച് ഗ്രഹിച്ച വ്യക്തിയാണ്. ഇവരെല്ലാം ദൈവത്തിൻ്റെ വചനം അറിഞ്ഞ് പൗലോസ് ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചു. ബർന്നബാസൊക്കെ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടു, നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സ്വർഗാരോഹണവും വിറ്റ്നസ് ചെയ്ത ആൾക്കാരാരാണ്? ബർന്നബാസൊക്കെ അല്ലേ? അങ്ങനെയുള്ള ഈ വ്യക്തികളെല്ലാം ഇവരുടെ കൂടെ ആരാണ് പോകുന്നത്? മർക്കോസ് ആണ് ഇവരുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ പോകുന്നത്. സ്തോത്രം. ഇത്ര നമുക്ക് ബേസിക് മനസ്സിലായി. എന്നാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 15 അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 15:37 തൊട്ട് 39 വരെ. പൗലോസോ പംഫുലയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ച് അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്തു. ഓക്കെ, മതി. അന്നേരം അത് മനസ്സിലായി. ഇവിടെ വായിച്ചെന്തോ മനസ്സിലായോ? അന്നേരം ഇതിപ്പം രണ്ടാമത്തെ ട്രിപ്പ് തുടങ്ങുക. പൗലോസും ബർന്നബാസും നേരത്തെ 1-2 ട്രിപ്പ് ഇവർ ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേരം അസിസ്റ്റൻ്റായിട്ട് മർക്കോസ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വായിച്ചല്ലോ, 2-3 വാക്യത്തിൽ വായിച്ചല്ലോ. അന്നേരം ഇവിടെ അടുത്ത ട്രിപ്പ് ഇവർ തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ ഈ ബർന്നബാസും ഈ പൗലോസും ഇവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിരുന്ന ഈ ഫ്രണ്ടിൻ്റെ മധ്യത്തിൽ എന്തുവാണ്? വലിയ ഡിസ്പ്യൂട്ട് ഉണ്ടായി, ഒരു തർക്കം ഉണ്ടായി. ഓക്കെ, അവിടെ എന്തോ തർക്കം ഉണ്ടായത്? എന്തുകൊണ്ടാണ് തർക്കം ഉണ്ടായത്? ഈ മർക്കോസിൻ്റെ കാരണത്താലാണ്. ഈ മർക്കോസിൻ്റെ കാരണമായിട്ടാണ് ഇവിടെ അവർ തമ്മിലൊരു ഷണ്ട ഉണ്ടായത്. അതിൻ്റെ കാരണം ഇവിടെ വായിച്ചേ. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച് പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹനാനെയും കൂട്ടിക്കൊണ്ട് പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. ബർന്നബാസ് പറഞ്ഞു, എന്നാൽ നമുക്കിനിയും വീണ്ടും ഇവർ 1-2 ട്രിപ്പ് പോയി കഴിഞ്ഞിട്ട് ഇവർ സ്ഥലങ്ങളിലൊക്കെ സഭകൾ സ്ഥാപിച്ചിട്ട് അവിടെ ചില ആൾക്കാരുടെ സുശേഷം അറിയിച്ച് അവരെ സ്ഥാനപ്പെടുത്തി അവരുടെ സഭകൾ ആക്കിയിട്ട് വന്നതാണ് അല്ലേ? എന്നാൽ ഈ പൗലോസ് പറഞ്ഞു, എന്നാൽ നമുക്ക് വീണ്ടും ഒന്ന് പോയി എന്ന് അവരെ ഒന്ന് നോക്കിയിട്ട് സന്ദർശിച്ചിട്ട് വരാം, അവരൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് യാത്ര തുടരാമെന്ന് പറഞ്ഞപ്പോൾ ബർന്നബാസ് പറഞ്ഞു, ഓക്കെ, യെസ്, ലെറ്റ് us ഗോ. എന്നാൽ മർക്കോസിനെ കൂടെ നമ്മുടെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്നേരം പൗലോസ് എന്തോ പറഞ്ഞേ? പൗലോസ് പംഫുലയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് പറഞ്ഞു. 15:37. അന്നേരം പൗലോസ് ഭയങ്കരമായിട്ട് കടുപ്പായിട്ട് അങ്ങ് എന്ത് ചെയ്തു? എതിർത്തു. ഇവൻ എന്തോ ചെയ്തു? ഇടയ്ക്ക് വിട്ട് നമ്മളെ വിട്ടുപോയായിരുന്നു. പംഫൂലിയ വെച്ച് 2 സ്ഥലത്ത് വെച്ച് ഇടയ്ക്ക് ഇവൻ അങ്ങ് പോയായിരുന്നു. അതുകൊണ്ട് ഇവനെ ഞാൻ ഒരു വശാലും ഞാൻ ഇവനെ കൂട്ടത്തില്ല. വളരെ തർക്കം വെച്ചാൽ ഒരു നിവൃത്തിയില്ല. ഇത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവർ ഭയങ്കര കൂട്ടായിട്ട് നടന്ന വ്യക്തികൾ ഇവർ രണ്ടുപേരും വേറെ പോകേണ്ടി വന്നു. ആമേൻ, ഹല്ലേലൂയ. മനസ്സിലായില്ലോ? ഇതുവരെ പൗലോസും ബർന്നബാസും കൂടെ ഒരുമിച്ച് പോയി ഇതെല്ലാം ചെയ്ത് സഭകൾ സ്ഥാപിക്കുക കാര്യങ്ങളെല്ലാം ചെയ്തത്. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ, ഈ ഒരു തർക്കം കഴിഞ്ഞപ്പോൾ എന്തുവാണ്? ഇവർ രണ്ടുപേരും പിരിയാനിടയായി. ഇവർ രണ്ടുപേരുടെ കൂട്ടുകെട്ട് പിരിഞ്ഞ് ഇവരെന്തുമായി? രണ്ട് വഴിക്ക് ഇവരെ സുശേഷം അറിയിക്കാൻ വേറെ പോയി. പൗലോസ് ആരാ? ശീലാസിനെയും കൂട്ടിക്കൊണ്ടുപോയി. ബർന്നബാസ് ആരെയാണ്? മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെയാണ് ഇവിടെ ഒരു സ്പ്ലിറ്റ്. നമ്മുടെ ഇന്നത്തെ നോക്കുക ചർച്ച് സ്പ്ലിറ്റാന്ന് പറയുന്നത് ആദ്യത്തെ സ്പ്ലിറ്റ് വിടാം. സ്തോത്രം, ഹല്ലേലൂയ. അന്നേരം എന്നാൽ ഇതൊരു നെഗറ്റീവ് കാര്യമല്ല. അവിടെ ദൈവത്തിന് പ്രവൃത്തിയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അവിടെ രണ്ടുപേരും സുവിശേഷം അറിയിക്കാൻ രണ്ടുപേരെയും ദൈവം ഉപയോഗിച്ചു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ചർച്ചസ് സ്പ്ലിറ്റ് ആകുമ്പോഴൊക്കെയും അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. നമ്മൾ പിളർന്ന് വളരുമെന്ന് പറയുന്ന പോലെ അങ്ങനെ അവർ വേറെ ഓഡിയൻസിനെ അവർ സുവിശേഷം അറിയിക്കുവാനും അവിടെ ദൈവപ്രവൃത്തി കാണുവാനൊക്കെ അവർക്ക് ഇടയായി. സ്തോത്രം. എന്നാൽ നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മുടെ വിഷയം ഇതാണ്. ഇത്ര നമ്മൾ എന്തുവാണ് ചിന്തിക്കുന്നത്? മർക്കോസിൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. മർക്കോസിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. വി ആർ ഗോയിങ് ടു നമ്മളൊരു മിസ്റ്ററി സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഈ മർക്കോസ് ജോൺ മാർക്കിനെ കുറിച്ചുള്ള പസിൽ സോൾവ് ചെയ്യുകയാണ്. ഇദ്ദേഹം ആരായിരുന്നു അല്ലേ? ഇതുവരെ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു പിക്ചർ നമ്മുടെ മനസ്സിൽ നമുക്ക് ജോൺ മാർക്കിനെ കുറിച്ച് കിട്ടി അല്ലേ? ജോൺ മാർക്ക് ഒരു യവനക്കാരനാണ്. അവന് കുറച്ച് ലേവ്യനായിരുന്നു. അവന് കുറച്ച് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട്. എത്ര നിപുണനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഹീ ഈസ് ക്വാളിഫൈഡ് ഇനഫ് ടു ഗോ ഓൺ എ മിഷണറി വർക്ക് വിത്ത് ദ എക്സ്പേർട്സ്. ഓക്കെ, പൗലോസ് ആയ വ്യക്തി അല്ലെങ്കിൽ ബർന്നബാസ് ആയ വ്യക്തിയുടെ കൂടെ പോകാൻ തക്കവണ്ണം അവരുടെ അസിസ്റ്റൻ്റ് ആകുവാൻ തക്കമുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട്, വിദ്യാഭ്യാസം അദ്ദേഹത്തിനുണ്ട്. നല്ല ഒരു വെൽ ടു ഡു ഫാമിലിയിൽ ഉള്ള വ്യക്തിയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ
ആ സാന്നിധ്യമൊക്കെ അവിടെ ഉള്ള ആ ഒരു ഭവനത്തിൽ അവിടെ പാർത്ത വ്യക്തിയാണ്. ആ അമ്മയുടെ മകനാണ്. അവിടെ ആണ് മാളികമുറിയിലാണ്, അവരുടെ മാളികമുറിയിലാണ് പരിശുദ്ധാത്മാവ് ആദ്യം അഭിഷേകം പ്രാപിക്കപ്പെട്ടത്. ആമേൻ, സ്തോത്രം. അതുമാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടി ഇവരുടെ കൂടെ പോയതാണ്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇടയ്ക്ക് വെച്ച് സുവിശേഷ വേലയ്ക്ക് ഇടയ്ക്ക് എന്ത് ചെയ്തു? മടങ്ങിപ്പോന്നു. പൗലോസ് ഇവിടെ പറയുന്നു, ഇവൻ ഇടയ്ക്ക് പോയായിരുന്നു, അതുകൊണ്ട് ഇവനെ ഒരു വിശാലും കൂട്ടത്തില്ല. അതിൻ്റെ അർത്ഥം ഇടയ്ക്ക് വെച്ച് ഏതോ പ്രശ്നത്താൽ ഇവർ വിട്ടുപോയി. അത് ഇവിടെയാണെന്നൊരു ഇൻസിഡൻറ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. ആക്ട് ചാപ്റ്റർ 13 വേഴ്സ് 13. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് റെഫറൻസ് ഒക്കെ. അപ്പോസ്തല പ്രവൃത്തി 13:13, 13:13. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അതൊക്കെ പഠിക്കുമ്പോൾ. യാ അവരെ വിട്ടുപിരിഞ്ഞ് ഇതാണ് ആ സംഭവം. ഇവിടെ വെച്ചാണ് വിട്ടുപിരിഞ്ഞത്. അന്നേരം ഇവിടെ വിട്ടുപിരിയാൻ ചില കാരണം വെച്ചാൽ 1-2 കാരണങ്ങൾ നമുക്ക് ഗസ് ചെയ്യാം. അതിങ്ങനെ ബൈബിളിലൊന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ നമുക്ക് 1-2 കാര്യം നമുക്ക് ഓക്കെ 1-2 കാര്യം നമുക്കിവിടെ ചിന്തിക്കാം, അല്ലേ? ഈ ഇടയ്ക്ക് യെരുശലേം ഇവരുടെ ഈ മിഷണറി വർക്കിൻ്റെ ഇടയ്ക്ക് വിട്ടുപോകാനുള്ള കാരണം എന്തുമായിരിക്കും? ഒന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, ഇദ്ദേഹം ആരാണ്? യങ് ആണ്, വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അങ്ങനെ ഉള്ള വ്യക്തി, ഒരു എടുത്തിയാട്ടമുള്ള കാരനായിരിക്കും, യങ് വ്യക്തിയാണ്. അതുമാത്രമല്ല, നല്ല ഒരു വെൽ ടു ഡു ഫാമിലിയിലുള്ള വ്യക്തിയാണ്, അല്ലേ? കൈക്ക് വെള്ളം, കാലിന് വെള്ളം, വേലക്കാരൊക്കെ ഉണ്ട്, നല്ല പോണക്ക് താമസിക്കാൻ നല്ല വീടും കൂടും, അങ്ങനത്തെ ഉള്ള സമ്പന്നനായൊരു വീട്ടിലെ ഒരു നല്ല മകൻ, അല്ലേ? അങ്ങനെയുള്ള ഒരു വളർന്നു വന്ന ഒരു മകനാണ്. അവന് ഈ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ യാത്രയിലൊക്കെ നല്ലപോലെ കഷ്ടപ്പെടുകയാണ്, അല്ലേ? ഇവർക്ക് പാർക്കുവാൻ നല്ല സ്ഥലം കാണത്തില്ല. ചിലപ്പോൾ ചിലർക്ക് വീടിലൊക്കെ താമസിക്കണം, ചിലപ്പോൾ കൂടാരം അടിച്ച് താമസിക്കണം. കപ്പലിലൊക്കെ പോകുമ്പോഴൊക്കെ അവിടെ നല്ല ഫെസിലിറ്റി ഒന്നും കാണത്തില്ല. അങ്ങനെയുള്ളൊക്കെ ഫെസിലിറ്റി ഇവന് വളരെ മുഷിഞ്ഞ് കാണും. മതലബ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇവന് പോയ ഏത് എന്തൂസിയാസത്തിലാണ് ഇവരോട് കൂടിയത്, ആ ഒരു എന്തൂസിയാസം ഇല്ലാതെ ഇവനെന്തോ ആയിരിക്കും, ചിലപ്പം ഹോം സിക്ക് ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഹി വുഡ് ഹാവ് ബീൻ ഹോം സിക്ക്. എനിക്ക് വീട്ടിൽ പോയാൽ കൊള്ളാം, എൻ്റെ വീട്ടിൽ എനിക്ക് മതിയായിരുന്നു, അല്ല? ഇന്നത്തെ പിള്ളേരാണെങ്കിലും അങ്ങനെയല്ലേ അവർ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അവിടെ എന്നാൽ ഞാൻ അങ്ങ് പോവാം, എൻ്റെ അമ്മ തന്നെ ഉള്ളൂ, ആരും എൻ്റെ അമ്മയെ നോക്കാനില്ല, ഞാൻ ഒന്ന് അതുപോലെ അമ്മയുടെ മോഹനല്ലേ, അന്നേരം അമ്മയുടെ മോനാകുമ്പം ഇങ്ങനെ മദേഴ്സ് എന്താണ് പറയുന്നത്, മമ്മാസ് ബോയ്, അങ്ങനെ അവനെ പാമ്പ് ചെയ്ത് വളർത്തിയായിരിക്കും. അന്നേരം അമ്മയുടെ കൂടെ പോകണമെന്നുള്ള ആ ഒരു അതും കാണുമല്ലോ അവന്. അങ്ങനെയുള്ള ഒരു പയ്യനായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ആയപ്പോൾ ഈ പകുതി വഴിയായപ്പോൾ പുള്ളി അങ്ങ് ഭയങ്കര മുഷിഞ്ഞ് ഈ ഒരു മിഷണറി വർക്ക് കൊണ്ട്, ഇത് മിഷണറി വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിന വർക്കല്ലേ? അത്രയുള്ള വർക്ക്. ഓരോ സിറ്റിയിൽ പോയി, ഓരോ ഗ്രാമത്തിൽ പോയി അവിടുത്തെ ആൾക്കാരെ നേരിടുന്നു, അവരോട് സുവിശേഷം അറിയിക്കുന്നു. അതിനൊക്കെ ഉള്ള എന്തുവാണ് പൗലോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 3-ാം സ്വർഗം വരെ പോയി ഇതെല്ലാം പ്രാപിച്ച്, ഇതെല്ലാം കൃപ പ്രാപിച്ച് അതിൻ്റെ ആ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന വ്യക്തിയാണ്. ബർണബാസ് ആണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വർഗാരോഹണം വിറ്റ്നസ് ചെയ്യുകയും എല്ലാം ചെയ്ത് ആ ഒരു അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്, അപ്രകാരമുള്ള വ്യക്തിയാണ്. എന്നാൽ മർക്കോസ് എന്തുവാണ്? അപ്രകാരമുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, അല്ലേ? ജസ്റ്റ് കേൾവി, ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ഇവരോട് പോകാൻ തീരുമാനിച്ച വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തി എന്തുവാണ്? അത്ര എക്സ്പീരിയൻസും അത്ര മെച്യൂരിറ്റി ഒന്നും ഇല്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് പകുതി വഴിയിൽ പോകാൻ സ്വാഭാവികമാണ്, അല്ലേ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം, അവിടെ ഈ പോകുന്നിടത്തെല്ലാം പലവിധമായിട്ടുള്ള അപകടങ്ങളുണ്ട്. അവിടെ ഈ പല ജാതികളുണ്ട്. അവിടെ ആദ്യം നമ്മൾ എന്തുവാ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ അവരെ സ്വീകരിക്കത്തില്ല, അവരെ എതിർക്കും. അവിടെ എന്തുവാണ് പറയുന്നത്, വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളുണ്ട്, അല്ലേ? ബൈബിളിൽ കാണാൻ സാധിക്കുമല്ലോ. ഇവർ പോകുമ്പോൾ ഭൂതം കൺട്രോൾ ചെയ്യുന്ന ഭൂതഗ്രസ്തരായ വ്യക്തികളുണ്ട്. എന്നിട്ട് അവരെല്ലാം നേരിടുവാനുള്ള ശക്തിയും ഒന്നുമില്ല. പുള്ളിക്ക് ഭയങ്കര ഭയമുണ്ട്. ഇതിനെയൊക്കെ നേരിടുന്ന ഞാൻ എന്തിനാണ് പോകുന്നതിനുള്ള ആ ഒരു പേടിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പം അത് മാത്രമല്ല, ഇതൊക്കെ എന്തോ ഞാൻ പറഞ്ഞ ഉദ്ദേശം, വീട്ടിൽ പോകാനുള്ള കാരണമാണ് പറയുന്നത്. ഇതൊക്കെ ആയിരിക്കും. നമുക്ക് ഞാൻ എൻ്റെ ഗസ്സിൽ പറയുകയാണ്, നിങ്ങളും ചിന്തിച്ചാൽ അതൊക്കെ വരത്തുള്ളൂ, അല്ലേ? അതിൻ്റെ ഒരു റീസൺ. അടുത്ത റീസൺ എന്തായിരിക്കും? ഇദ്ദേഹം പോയ കാരണം എന്തുവാണ്? ബർണബാസിൻ്റെ കസിൻ ആയതുകൊണ്ടാണ്. ബർണബാസ് എന്തോ നമ്മുടെ മേരെ ഭായിയെ, അല്ലേ? എൻ്റെ ഭായിയുടെ കൂടെ ഞാൻ പോയ. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തുവാണ്? പൗലോസ് ഭയങ്കര സ്ട്രിക്റ്റാ, നല്ല ടഫാ.
ഇതിങ്ങനെ പറ്റത്തുള്ളൂ, അതങ്ങനെ പറ്റത്തില്ല, ഇതിങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലേ? ഭയങ്കര സ്ട്രിക്റ്റ് നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ ആർമി ചട്ടയാണ് അവിടെ. പൗലോസ് അങ്ങനെ ചെയ്തപ്പോൾ ഇത് ഇങ്ങനെ വെൽ ടു ഡു ആയിട്ടുള്ള ഫാമിലി വളർന്നു വന്ന ആ ഒരു പയ്യൻ അവിടെ ആ ഒരു ലീഡർഷിപ്പ് അത് ഏറ്റെടുക്കുവാനും അത് കൊണ്ട് നടക്കുവാനും അതിനോട് സറണ്ടർ ചെയ്തുകൊണ്ട് ആ ലീഡർഷിപ്പിനെ ഫോളോ ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, സ്വാഭാവികം അല്ലേ? ഇതൊക്കെ ആയിരിക്കും കാരണം ഇവൻ പകുതി വഴിയിൽ ഇവരുടെ മിനിസ്ട്രി വിട്ടിട്ട് മടങ്ങി വീട്ടിൽ പോയത്. അങ്ങനെ ആയപ്പം ഇവർ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബർണബാസ് വളരെ സിമ്പിൾ മാന അല്ലേ? അദ്ദേഹം പറഞ്ഞു, വളരെ വിനയനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, പൗലോസിനെ മാർക്കോസിനെ നമുക്ക് കൂടെ കൊണ്ടുപോകാം. പക്ഷേ പൗലോസ് പറഞ്ഞു, വേണ്ട, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറമോട്ട് തിരിഞ്ഞ് നോക്കിയവൻ കൊള്ളത്തില്ല, ഇനി അവനെ നമുക്ക് വേണ്ട, എന്തായാലും ഞാൻ കൊണ്ടുപോകത്തില്ല പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ല, നീ എന്ത് പറഞ്ഞാലും എന്നാൽ നമ്മൾ രണ്ടുപേരും വേറെ പൊക്കോളാം, ഞാൻ എന്നാൽ മാർക്കോസിനെ കൊണ്ടുപോകുന്നില്ല, ഞാൻ വരുന്നില്ല, എന്നാലും വേണ്ടില്ല, ഞാൻ പൊക്കോളാം, ഞാൻ സീലാസിനെ കൊണ്ടുപോകോളാം, നീ വരണ്ട, നമുക്ക് വേറെ അത്ര ആ ലെവൽ വരെ പോകാൻ അവരുടെ മധ്യത്തിൽ ഒരു വിവാദം ഉണ്ടാവാൻ തക്കവണ്ണം ഈ മാർക്കോസ് ഇടയായി. സ്തോത്രം. എന്നാൽ തുടർന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. നമുക്ക് മാർക്കോസ് അവിടുന്ന് ഇടയ്ക്കൊന്ന് വിട്ടുപോയതിൻ്റെ ചില കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചു, നമ്മൾ ഗസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ചിന്തിക്കാം വേഗത്തിൽ കൊലൂഷ്യർ ലേഖനം, കൊലൂഷ്യൻസ് ചാപ്റ്റർ 4 അതിൻ്റെ 10-ാമത്തെ വാക്യം. കൊലൂഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 10. കൈക്കൊള്ളുവീൻ. ഓക്കെ, സ്തോത്രം. മതി, അത്ര മതി. ഇത് കൊലൂഷ്യർക്ക് എഴുതിയ ലേഖനം ഇത് ആരാ എഴുതുന്നത്? പൗലോസ് എഴുതുന്നത്. പൗലോസ് ആരെക്കുറിച്ചാണ് എഴുതുന്നത്? മാർക്കോസിനെ കുറിച്ച്. ഇത് കൊലൂഷ്യർക്ക് എഴുതിയ ലേഖനം പല വർഷങ്ങൾ, ഏകദേശം ഒരു 12 വർഷം കഴിഞ്ഞാണ് ഈ ലേഖനം എഴുതപ്പെടുന്നത്. കൊലോസ്യൻ്റെ സഭയെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞ് പൗലോസ് വേറെ മിനിസ്ട്രിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം കൊലൂസ്യർക്ക് ഒരു ലേഖനം എഴുതുവാണ്, ആ സഭയ്ക്കൊരു ലേഖനം എഴുതുവാണ്. അന്നേരം അവരോട് പറയുവാണ്, എൻ്റെ സഹപ്രവർത്തകനായ ഈ മച്ചുണ്ണനായ ആരാണ്? ഈ ബർണബാസിൻ്റെ കസിനായ മർക്കോസോട് വരുന്നാൽ അവനെ എന്തോ സ്വീകരിക്കണം, അവനെ വെൽക്കം ചെയ്തേക്കണം. ഓക്കെ, ഇത് പൗലോസോട് പറയുവാണ്. ആദ്യം പറഞ്ഞു, ഇവനെ എന്ത് ചെയ്താലും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകത്തില്ല. സ്തോത്രം. അടുത്ത ഒരു വാക്കുകളൊന്ന് വായിക്കാം. ഫിലേമോൻ അതിൻ്റെ ഫിലേമോൻ 1:24. ഫിലേമോൻ 1 chapter 24. ഫിലേമോൻ 1:24 ഇല്ലേ? ഫിലേമോൻ്റെ 1:24 ഒന്നുമില്ലേ? അന്നേരം ഇവിടെ വീണ്ടും എഴുതിയിട്ടുണ്ട് അല്ലേ മർക്കോസിനെ കുറിച്ച്. ഇത് ആരെഴുതിയ ലേഖനമാണ്? ഫിലേമോൻ എഴുതിയ ലേഖനമാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ എഴുതുന്ന ലേഖനമാണ്. തിമോത്തിക്ക് എഴുതി, ഫിലേമോൻ എഴുതി. ഇവരെല്ലാം അപ്പോസ്തലനായ പൗലോസിൻ്റെ സഹപ്രവർത്തകരായിരുന്നു. ഇവർക്കൊരു ലെറ്റർ എഴുതുവാണ് വീണ്ടും, അവരെ ഉറപ്പിക്കാനും അവരെ ഗൈഡ് ചെയ്യുവാനും അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഫിലേമോൻ എന്ന് പറഞ്ഞ ഒരു സഹപ്രവർത്തകൻ ആരാണ്? പൗലോസിൻ്റെ ഒരു വേലക്കാരന് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ്, പൗലോസ് എഴുതുന്നതാണ്. തിമോത്തിയോസിന് എഴുതുന്ന ലേഖനം തിമോത്തിയോസിന് എഴുതിയ, അതുപോലെ അപ്രകാരം ഫിലേമോൻ എഴുതിയ ലേഖനം ഫിലേമോൻ എഴുതിയാണ്. ഫിലേമോൻ എഴുതുമ്പം എഴുതുവാണ്, മർക്കോസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മർക്കോസിനും എൻ്റെ വന്ദനം ചൊല്ലുന്നു. അന്നേരം ആ സമയത്ത് മർക്കോസ് ഇവരുടെ കൂടെ ഉണ്ട്. മർക്കോസിൻ്റെയും വകയായിട്ട് ഇവർക്ക് വന്ദനം ചൊല്ലുക. ആമേൻ. അന്നേരം പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഓൾറെഡി ഈ മർക്കോസ് വീണ്ടും പൗലോസിൻ്റെ കൂടെ ഉണ്ട് അല്ലേ? നമ്മൾ ആദ്യം ചിന്തിച്ചായിരുന്നു മർക്കോസും ബർണബാസും ഭയങ്കര വലിയ വഴക്ക് ഈ മർക്കോസ് കാരണം ഉണ്ടാകാൻ ഇടയായി. അവർ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ
പോകത്തേയില്ലെന്ന് തീരുമാനമെടുത്തു. അപ്രകാരമുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പൗലോസ് തൻ്റെ കൂടെ വിളിക്കുവാനും അവരെ വന്ദന ചെയ്യണം, എൻ്റെ കൂടെ പ്രവർത്തകനാണ്, ഇവൻ്റെ വകയിൽ നിന്നും നിങ്ങൾക്ക് നമസ്കാരമായിരിക്കട്ടെ അല്ലെങ്കിൽ വന്ദനമായിരിക്കട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം അവരെ കൂട്ട് പ്രവർത്തകനെന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു വാക്യം കൂടെ നമുക്ക് വേഗത്തിൽ വായിച്ചേക്കാം. നമുക്ക് ഇനി റെഫറൻസ് ഉണ്ടല്ലോ. 2 തിമോത്തിയോസ് അതിൻ്റെ 4:11. 2 Timothy chapter 4 verse 11. മർക്കോസ് എനിക്ക് സുവിശേഷത്തിന് പ്രയോജനം ഉണ്ടെന്ന് ആരാ പറയുന്നത്? പൗലോസ് പറയുക. വായിച്ചോ. അതുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ടിരണം. ഓക്കെ, ഇത് തിമോത്തിയോസിന് എഴുതുന്ന ലേഖനം, ഇതും പൗലോസ് എഴുതിയ ലേഖനം അല്ലേ? എന്നിട്ട് പൗലോസ് ഇവിടെ പറയുവാണ് മർക്കോസിനെ കൂട്ടിക്കൊണ്ടിരുന്ന അവൻ എനിക്ക് വളരെ പ്രയോജനമുള്ള വ്യക്തിയാണ്. നേരത്തെ എന്തുവാണ്, ഇവനെ ഒരു വിധത്താൽ കൂടത്തില്ല. അങ്ങനെ ഉള്ള ഈ വ്യക്തി മർക്കോസ് എന്ന വ്യക്തി, ഇതെല്ലാം ഞാൻ റെഫറൻസ് മർക്കോസിൻ്റെ കുറിച്ചുള്ള എവിടെയൊക്കെ എഴുതിയിരിക്കുന്നു ബൈബിളിലെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വന്ന വാക്യങ്ങളാണ് കേട്ടോ. ഈ നമ്മളെന്തോ ശ്രമിക്കുന്നത് എന്തുവാണ്, ഈ മർക്കോസിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുവാൻ നമ്മൾ നോക്കുവാണ്, നമ്മൾ തയ്യാറെടുക്കുവാണ്. അന്നേരം ഈ മർക്കോസ് ഇതുവരെ നമുക്ക് പിടികിട്ടിയ അനുസരിച്ച് ഇടയ്ക്ക് വില വിട്ട് കളഞ്ഞു, അവിടുന്ന് പോയി കഴിഞ്ഞു. പോയപ്പോൾ വലിയ പ്രശ്നമുണ്ടായി. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഇപ്പം ഞാൻ അവസാനിക്കാം, 5 മിനിറ്റ് കൊണ്ട് തീർക്കുക. അന്നേരം വീണ്ടും ഈ പൗലോസ് ചില വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷം, ഇദ്ദേഹം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് വേണ്ടപ്പെട്ട, എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മർക്കോസാണ്, അവനെ കൂട്ടിക്കൊണ്ടേ വരാവൂ എന്ന് പറഞ്ഞ് അതേ പൗലോസ് അവിടെ പറയുവാണ്, അവനെക്കുറിച്ച് പറയുവാണ്. സ്വന്തം. അന്നേരം ഈ 12 വർഷങ്ങളിൽ എന്തോ ആയിരിക്കും സംഭവിച്ചത്? ഈ മർക്കോസിനെ എന്തുവാണ്, പേടിയുള്ള വ്യക്തി, ഭയമുള്ള വ്യക്തി. അന്ന് നമ്മൾ ചിന്തിച്ചല്ലോ, ആ ഗതസമനെ വെച്ച് മർക്കോസ് ആയിരുന്നെങ്കിൽ ആ വ്യക്തി ആണെന്ന് നമ്മൾ ഭാവന ചിന്തിച്ചു. അവിടെ ഓടിയ വ്യക്തി, ഒരു ധൈര്യമില്ലാത്തൊരു വ്യക്തി, ഇടയ്ക്ക് ഹോം സിക്കായ വ്യക്തി അല്ലേ? വീട്ടിൽ അമ്മയെ ഓർത്ത് തിരിച്ച് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ ശിഷ്യനായ എൻ്റെ പിന്നാലെ വരണമെങ്കിൽ എന്തുവാണ്, നിൻ്റെ മാതാപിതാക്കളെ എല്ലാം വിട്ടിട്ട് എൻ്റെ പുറകെ വരണം. അതെല്ലാം ആ ഒരു കൽപ്പന ഒന്നും ചിന്തിക്കാതെ ഇവരുടെ കൂടെ പോയിട്ടും ഇടയ്ക്ക് വിട്ടിട്ട് വന്ന വ്യക്തി, ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത വ്യക്തി, ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി, മിനിസ്ട്രിയിൽ ഒരു കൈത്താങ്ങായിട്ട് പൗലോസ് അപ്പോസ്തലൻ തന്നെ അവിടെ സാക്ഷ്യം പറയുന്നത്, ആ ഒരു വ്യക്തിത്വമായി എങ്ങനെ മാറി തീർന്നു, എങ്ങനെ അത് ആ രൂപാന്തരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു, അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ചിന്തിക്കാൻ പോകുന്നത്. അത് വെച്ച് ഈ മർക്കോസിനെ കുറിച്ചൊരു പിക്ചർ നമ്മൾ ഭാവനയിൽ നമുക്ക് എടുക്കാം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. അത് നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളിൽ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും കർത്താവ് ദർശനത്തിലേക്ക് കടന്നു വരുന്നു. നല്ല വചനം സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ മർക്കോസിൻ്റെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് അടിയങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന, അങ്ങ് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ആ ആശയങ്ങൾ കർത്താവെ, അത് ഒരു കർത്താവെ മായമില്ലാതെ കർത്താവെ നല്ലോണം അത് അടിയങ്ങൾ ഗ്രഹിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളെ, ഞങ്ങളുടെ ബുദ്ധിയെ, മണ്ഡലത്തെ അങ്ങ് പ്രകാശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ വചനത്തിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ കർത്താവെ, അതിൻ്റെ മർമ്മങ്ങളൊക്കെ വെളിപ്പാടുകളായി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനും അത് വെളിപ്പെടുവാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ ഞങ്ങൾ പഠിക്കേണ്ട ലെസൺസ് ഞങ്ങൾ പഠിക്കുവാനും അത് ഗ്രഹിക്കുവാനും കർത്താവ്, അതിൽ ഉറച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലൊക്കെ കർത്താവെ ധന്യമാക്കി തീർക്കുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഞങ്ങൾ ചോദിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്ന ഈ വചനം പരിശുദ്ധാത്മശ്വാസ്യമായിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ കർത്താവെ, ആ പരിശുദ്ധാത്മാവിനാൽ കർത്താവെ, ആ പരിശുദ്ധാത്മാവിൻ പ്രേരണയാൽ ഈ വചനം എഴുതിയിരിക്കുമ്പോൾ കർത്താവെ, ഈ വചനത്തിലെ കർത്താവെ ഓരോ വാക്യങ്ങൾ അതിൻ്റെ അർത്ഥങ്ങളുണ്ടല്ലോ കർത്താവെ. എന്നാൽ കർത്താവെ, ആ ബാല്യക്കാരനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുമ്പോൾ കർത്താവെ, ആ ഗതസമനെ തോട്ടത്തിൽ കർത്താവെ ആ കാണപ്പെട്ട ആ വ്യക്തിയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുമ്പോൾ അതിൽ കർത്താവെ ചില മർമ്മങ്ങളുണ്ട്. അത് ഞങ്ങൾ ഗ്രഹിക്കുവാൻ, അത് ഞങ്ങൾ ചിന്തിക്കുവാൻ, അത് ഞങ്ങളോട് ഇടപെടണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അത് ഞങ്ങൾ മനസ്സിലാക്കി കർത്താവെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ കർത്താവെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഇതിൽ വീണ്ടും കർത്താവെ ഞങ്ങൾ തുടരുവാനും ഈ പസിൽ ഞങ്ങൾ സോൾവ് ചെയ്യുവാൻ, ഈ മിസ്റ്റർ ഞങ്ങൾ സോൾവ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾ അങ്ങയുടെ കൃപ ചോദിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന അതിനെ കേട്ടിരിക്കുക. സ്തോത്രം സകലേശു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് പാട്ടുകാരുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ സമയത്ത് നമ്മുടെ സ്വതന്ത്രാഴ്ച എടുക്കാമല്ലോ. വിശുദ്ധരെ ചേർത്തിടുവാൻ മണവാളൻ വെളിപ്പെടുമേ. സംഗീതമായവൻ, കോട്ടയായവൻ, നിന്നിൽ മാത്രം ചാരിടുന്നു ഞാൻ. വാനമേകി വിശുദ്ധരെ ചേർത്തിടുവാൻ
മണവാളൻ വെളിപ്പെടുമേ. സങ്കേതമായവൻ, കോട്ടയായവൻ, നിന്നിൽ മാത്രം ചാരിടുന്നു ഞാൻ. ദൂതകാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനത്തു ഞാനും പാടുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. ദൂതകാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. കർത്തൻ വചനങ്ങൾ നിറവേറുന്നേ, ഹൃദയങ്ങൾ ആനന്ദിക്കുന്നേ. കഷ്ടതകൾ നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്നും സ്വർഗരാജ്യം ചേർത്തിടുന്നേ ഞാൻ. കർത്തൻ വചനങ്ങൾ നിറവേറുന്നേ, ഹൃദയങ്ങൾ ആനന്ദിക്കുന്നേ. കഷ്ടതകൾ നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്നും സ്വർഗരാജ്യം ചേർത്തിടുമേ ഞാൻ. ദൂതകാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. ദൂതകാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. പാപഭാരം കർത്തൻ ക്രൂശിലേറ്റതാൽ ഭാഗ്യവാനായി എന്നും വസിപ്പാൻ. നവസന്തോഷം എന്നുള്ളിൽ തന്നതാ പുതുഗീതം പാടിടുമേ ഞാൻ. പാപഭാരം കർത്തൻ ക്രൂശിലേറ്റതാൽ ഭാഗ്യവാനായി എന്നും വസിപ്പാൻ. നവസന്തോഷം എന്നുള്ളിൽ തന്നതാ പുതുഗീതം പാടിടുമേ ഞാൻ. ദൂതകാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. ദൂതകാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനത്തു ഞാനും പാടുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. ഒരിക്കൽ കൂടെ. വാനമേഘി വിശുദ്ധ ചേർത്തിടുവാനായി മണവാളൻ വെളിപ്പെടുമേ. സങ്കേതമായവൻ, കോട്ടയായവൻ, നിന്നിൽ മാത്രം ചാരിടുന്നു ഞാൻ. വാനമേഘി വിശുദ്ധരെ ചേർത്തിടുവാൻ മണവാളൻ വെളിപ്പെടുമേ. സങ്കേതമായവൻ, കോട്ടയായവൻ, നിന്നിൽ മാത്രം ചാരിടുന്നു ഞാൻ. ദൂതകാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. ദൂതകാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനത്തു ഞാനും ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ ദിവ്യവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കട്ടെ കർത്താവേ. ഈ കർത്തൃദിനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സന്ധ്യാസമയം കർത്താവിനെ മഹത്വപ്പെടുത്താനും ആരാധിപ്പാനും കർത്താവിൻ്റെ വചനം നിന്ന് കേൾക്കുവാനും സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവിടെ നന്ദി പറയുകയാണ് കർത്താവ്. ഈ സഭയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കോമഡി പട്ടണത്തിൽ കർത്താവെ ഒരു സഭ തുടങ്ങുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി. കർത്താവ് അനേകരെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അനേകരെ ഒത്തുചേർന്ന് കർത്താവിനെ ആരാധിപ്പാനും കർത്താവ് ഭാഗ്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എണ്ണത്തിൽ കുറവാണ് കർത്താവ്, എങ്കിലും അതൊന്നും കർത്താവിനെ ആരാധിക്കാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ തടസ്സമാവില്ലെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്.
കർത്താവെ. വരും നാളുകളിൽ കർത്താവിന് ഹിതം കർത്താവ് ഞങ്ങളുടെ സഭയിൽ നിറവേറിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ ദേവദാസമാരുടെ കുടുംബത്തിന് പ്രാർത്ഥിക്കുന്നു. അവരെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ ഐക്യസ്ഥാനങ്ങളിൽ അവർ ശുശ്രൂഷ മേഖലകളെല്ലാം അനുഗ്രഹമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ശാരീരികമായ ക്ലേശത്തിൽ ഭാരപ്പെടുന്നവരോട് പ്രാർത്ഥിക്കുന്നു. അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഞങ്ങളുടെ ചെറുതും വലുതും എല്ലാ ആവശ്യങ്ങളും കർത്താവ് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവ് ഞങ്ങളുടെ പലരും ബലഹീനരായിരുന്നു, രോഗികളായിരുന്നു. തത്തോളം ആശ്വാസം ബലമെല്ലാം തന്ന വലിയ കൃപയ്ക്കായി നന്ദി കർത്താവെ. കർത്താവ് അർപ്പണിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജോലിയുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതമന്ത്രി വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു കർത്താവ് വരുന്നാളിൽ കർത്താവെ അത്ഭുതം കണ്ണ് കാണുവാനുമാറ് കർത്താവ് ഒരു അത്ഭുതം ഒരുക്കുമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ്, അത് ഞങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളുടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിന്ററിന്റെ കർത്താവെ ഒരു പ്രയാസം തട്ടാതെ വണ്ണം എല്ലാവരും നിങ്ങളെ പരിപാലിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. കർത്താവിനെ മുറ്റുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവെ സ്വർഗ്ഗത്തിലെ സകല ആത്മീയനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി തമ്മിൽ കാണുന്നവരെയും കർത്താവിൻ സ്വർഗ്ഗന്റെ മറവിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിயான മറവിൽ ഓരോരുത്തരും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ ഞങ്ങൾ പ്രിയ ദൈവസായം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ വലിയ തന്നെ. ആമേൻ.